ഞാൻ ഡോക്ടർ പാളയം അശോക്, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. എനിക്ക് കഴിഞ്ഞ 43 വർഷം കൊണ്ട് അറിയാവുന്ന വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന ചെറിയാൻചി. KSU കാലഘട്ടം മുതൽ നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പുമായിട്ട്. 90കളിൽ ചെറിയാൻ ഫിലിപ്പുമായിട്ട്, ചെറിയാൻചിയായിട്ട് ദേശീയവേദിയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ചെറിയാൻചി. ഞാൻ തലസ്ഥാനത്തെ ജില്ലയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം. ചെറിയാൻചി എന്നൊരു വ്യക്തി എല്ലാവർക്കും, എല്ലാ നേതാക്കൾക്കും അറിയാവുന്ന ഒരു വ്യക്തി. അന്ന് MP-മാരെയും MLA-മാരെയും ഇവിടെ ആര് വേണം എന്ന് നിശ്ചയിക്കുന്ന ആ ഒരു ട്രെൻഡിലുള്ള ഒരു വ്യക്തിയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. ആ കാലഘട്ടത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ, ചെറിയാൻചിയെ ലീഡറുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ലീഡർ പലതവണ ചെറിയാൻചിയെ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞിട്ടും ചെറിയാൻചി വഴങ്ങിയില്ല, പോവുകയും ചെയ്തില്ല. ചെറിയാൻചി ഒരു നിലപാടേ എടുത്തുള്ളൂ. അത് അന്നും ഇന്നും ആ നിലപാട് നോക്കി നീങ്ങുന്ന വ്യക്തിയാണ് ചെറിയാൻചി. അന്ന് പല ലീഡർഷിപ്പ്, അന്ന് ജൂനിയറായിട്ടുള്ള പല നേതാക്കളും, അതായത് ചെറിയാൻചിയുടെ ശിഷ്യരായിട്ടുള്ള പല നേതാക്കളും ഇന്നത്തെ വലിയ ലീഡർഷിപ്പിരിക്കുന്ന നേതാക്കളാണ് ഇന്നുള്ളത്. ചെറിയാൻചിയുടെ പിൽക്കാലത്ത് വന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇന്നും നല്ല വ്യക്തിബന്ധമുള്ള വ്യക്തിയാണ് ചെറിയാൻചി. ചെറിയാൻചി അന്നൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് MLA-യോ MP-യോ മന്ത്രിയോ ഒക്കെ ആകാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. ഇന്നും ചെറിയാൻചി പല ഉന്നത സ്ഥാനത്തിൽ നേതാക്കൾ പറഞ്ഞപ്പോൾ ചെറിയാൻചി പിന്മാറുകയാണ് ചെയ്തത്. ഞാൻ ഒരു സ്ഥാനത്തുമില്ല, ഒതുങ്ങിക്കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ചെറിയാൻചി. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം. പല വേദനാനുഭവങ്ങളും ഓർത്ത് എന്നോട് പറയുകയായിരുന്നു. ഇന്നിപ്പോൾ പല സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഒതുങ്ങി ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. ഒരു സ്ഥാനവും വേണ്ട, ഞാൻ ഒതുങ്ങി നിൽക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് ഒഴിവായി നിൽക്കുന്ന വ്യക്തിയാണ് ചെറിയാൻചി. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം KPCC-യിൽ നമ്മുടെ നേതാക്കൾ എല്ലാവരെയും ക്ഷണിച്ച ആ ക്ഷണത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ചെറിയാൻചിയെ ദീപദാസ് മുൻഷി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ പറഞ്ഞത്. അതനുസരിച്ച് KPCC-യിൽ പുറത്ത് നേതാക്കളെ സ്വീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പല ആൾക്കാർ വന്ന് ആലിംഗനം ചെയ്തു, പഴയ നേതാക്കളെല്ലാം വന്ന് ആലിംഗനം ചെയ്താണ് മുന്നോട്ട് പോയത്. അതിലൊരു സംഭവമാണ് അത് ഇവിടെ ട്രോളായി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് വിജയാക്ലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആഘോഷം നടന്ന് അതിൽ പങ്കെടുത്തപ്പോൾ ആ വിജയാഹ്ലാദത്തിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഡാൻസ് ആടുന്ന ഒരു ചെറിയ, അവർ ആ ഇതിൽ കുറച്ച് മൂവ് ചെയ്യുന്ന ഒരു സീൻ ഇതിലെടുത്ത് കാണിക്കുകയാണ്, ട്രോളായി സോഷ്യൽ മീഡിയയിൽ വന്നു. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം. പുള്ളിയെപ്പോലത്തെ വ്യക്തി ഇതുവരെ ഒരു പേരുദോഷം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണ്. പാർട്ടിയിൽ ഒരു രീതിയിലും ഒരു പേരുദോഷം കാണിക്കാത്ത ഒരു വ്യക്തിയെ അപമാനിക്കുന്നത് നിർത്തണം. ഇനിയും നേതാക്കൾ, കോൺഗ്രസിലെ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ച് ചെറിയാൻചിയെ പോലത്തെ ഒരു വ്യക്തിയെ
വേദനിപ്പിക്കാതെ മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു.